ഹലോ, അപ്പോൾ ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ്. ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഞാൻ ഓൺലൈനിൽ നിന്ന് ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മതിലിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മതിലിൽ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിയിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഏട്ടനെ കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ സർപ്രൈസ് നൈസായിട്ടൊന്ന് പാളിപ്പോയി. ആൾ നേരിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടന് ലീവ് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏട്ടൻ എങ്ങനെയോ ലീവൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ട്. എനിക്ക് ഏട്ടനിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി അത് തന്നെയാണ് കേട്ടോ. ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റും സമയമാണ്. അപ്പോൾ ഏട്ടനിലെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ബലൂണ് വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടുക്കളയിൽ നിന്ന്. അവർ അർജൻറ്റീനയുടെ കളിയായതുകൊണ്ട് എല്ലാവരും ടി വിയുടെ മുമ്പിലാണ്. ആരും എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അപ്പോൾ കഷ്ടപ്പെട്ട് ഇത്രയും ഞാനും ബലൂൺ വീർപ്പിച്ച് ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമില്ല, കേക്കിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ. അത് ഞങ്ങൾ സർപ്രൈസായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് നമുക്ക് എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഒട്ടിച്ച് വെച്ചില്ലേ, അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് 12 മണിക്ക് നമുക്ക് ഫോട്ടോ എടുക്കാം, എന്നിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചുമ്മാ ഒരു രസം, എന്തായാലും ഫോട്ടോ എടുക്കണമല്ലേ, അങ്ങനെ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഉറങ്ങാൻ പോയി. 12 മണിക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഏട്ടൻ പോയി കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അനിയനും കേക്കൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണേണ്. അങ്ങനെ 12 മണിയായിട്ട് അപ്പോൾ ഏട്ടനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആൾക്കറിയാമെന്ന് 12 മണിക്ക് നമ്മൾ വിളിക്കുന്നു, പക്ഷേ കേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അതൊരു ചെറിയൊരു സർപ്രൈസ് ഒന്നും പറയാൻ പറ്റില്ല എന്നാലും. അപ്പോൾ അമ്പാടി ഉറക്കപ്പിച്ചയിലാണ്. അല്ലാത്ത ദിവസം അവന് ഉറക്കമൊന്നുമില്ല, എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അവൻ നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ അമ്പാടിനെ നമ്മൾ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആൾ ചെറുതായിട്ടൊരു ഉറക്കപ്പിച്ചയിലാണ്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകണേ ഗൈസ്. അപ്പോൾ അമ്പാടി ഇങ്ങനെ നോക്കി ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് അമ്പാടി നോക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഇവിടെ കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ അമ്പാടി ഇങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് ഓർത്തിട്ടാണ് അമ്പാടി ഇങ്ങനെ ഉറക്കപ്പീച്ചയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏട്ടനൊരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോവാണ് സർപ്രൈസായിട്ട്. അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ കറക്റ്റായിട്ട് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൈസായിട്ടൊന്ന് അവിടെ ഒളിച്ചിരിക്കണേന്ന് കുറച്ച് നേരം. അങ്ങനെ നമ്മൾ ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആൾ പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അവർ കുഞ്ഞ് ഗിഫ്റ്റാണേ. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കേക്ക് തീറ്റയിലോട്ട് കടന്നിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.